ഓരോരോ നബിമാർക്കുള്ള പേരതിലുള്ളതാ, ഓരോന്നും ഓരോ പലകയിൽ തെളിയുന്നതാ. അസ്ബിയാത്തിൽ നോക്കിയാൽ ഇത് വ്യക്തമാ, അതിനുള്ള പേരും 8 തന്നത് തിട്ടമാ. നബി സ്വാലിഹിനും ഹൂദിനും വ്യവസായമാ, അയ്യൂബ് ഇബ്രാഹിം കൃഷിയിൽ ശീലമാ. മൂസ ശുഐബും മറ്റു നബികൾ മിക്കതും ആടിന വളർത്തും സ്വന്തമാ തീറ്റുന്നതും. ഒരു തൊട്ടി വെള്ളം പകരുമൊരു കാരക്കയായി കൂലിക്ക് സയ്യിദുന അലി കോരുന്നതായി. അതുപോലെ താൻ ഒരു രാത്രി കൊണ്ടൊരു തോട്ടവും നനക്കുന്നതായി ലഭിച്ചെന്ന് തൊലി ഗോതമ്പവും. നോക്കാം സുനുഹാത്തിൽ ഇതും കിടപ്പുണ്ട്, അതിനുള്ള പേജും കൃത്യമാ 12. കർഷകർ തന്നാ മിക്കതും അൻസാരികൾ, മുഹാജിറും അതുപോലെ കൃഷിയാ തൊഴിലുകൾ. ഇതുപോലെ പല പല തൊഴിലുകൾ അവർക്കുള്ളതാ, അത് മുഴുവനും ദീനിന് ചെലവും ചെയ്തതാ. അവർക്കുള്ള ലക്ഷ്യം മുഴുവനും ദീനാണ്, തൊഴിലെന്തു ചെയ്താലും അതും ഇതിനാണ്. വ്യവസായമുള്ളവരായിരുന്നു സഹാബികൾ, കടൽക്കരയിലും അവർ ചെയ്തതിൽ പല യാത്രകൾ. ധനമുള്ളവർ വളർത്തട്ടെ ആടിനെ എന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറാക്കളോടുള്ള ആജ്ഞ കോഴി വളർത്തല, ഇത് കാണുവാൻ ഇന്നിബ്നു മാജ നീ നോക്കല. കഴിവിൻ്റെ തോതിൽ ഏവനും അധ്വാനം ചെയ്യേണ്ടതാണെന്നുണ്ടതിൽ വ്യാഖ്യാനം.